ഹലോ ഗായ്സ്, വെൽക്കം ടു അതൊരു പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇവിടെയും വ്ലോഗാണ് ഗൈസ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറി കിട്ടുന്ന മനസ്സിലായോ, വളക്കച്ചു കുറി കിട്ടിയിരിക്കണം. ഞാനിവിടെ പഠിക്കുന്നത്. അപ്പോൾ വീട് കഴിഞ്ഞിട്ട് ഞാനത് അങ്ങോട്ട് കളിക്കുന്നതാണ്. ഞാനിപ്പോൾ പഠിക്കുന്നത് BS ആണ്. BS കുറച്ച് പോർഷനുള്ളത് വേറെ മടിച്ചൊക്കെ പറഞ്ഞു. പിന്നെ SS നല്ല ടഫാണ് ഗൈസ്, നല്ല ടഫാണ്. അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എന്തിൻ്റെ സിമ്പിളാണെന്ന് പോലും എനിക്കറിയില്ല. സിമ്പിളല്ല, എന്തോ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാവും, എടുത്തില്ല കാണിച്ചാൽ സോറി. ഇങ്ങനെയായി ലേറ്റ് തന്നെ ഇത് ഇവിടെ എന്തിനാ മനസ്സിലായില്ല. ഞാനൊരു ബാക്കിൽ ഓർഡർ ബട്ടൺ മറ്റി പോയിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ BSന് ക്വസ്റ്റ്യൻ പഠിക്കുന്നല്ല, കുറച്ചൊക്കെ നേരം വേണമെങ്കിൽ പഠിക്കാൻ കേട്ടോ. കൊണ്ടോ ഞാൻ ബാക്കിൽ തമർത്തിയപ്പോൾ പോവില്ല. അപ്പോൾ ഞാൻ ബാക്കിൽ ഇങ്ങനെ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമർത്തിയ അപ്പുറം കൂട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് റിവിഷൻ നോക്കി നോക്കട്ടെ കേട്ടോ തോന്നാൻ. അപ്പോൾ ഞാനും ഇതുവരെ പഠിച്ചു അടുത്ത പാടെത്തിട്ടു. അപ്പോൾ ഞാൻ 3 ദിവസം കൊണ്ട് ഒരുപാട് നിർത്തി. 3 ദിവസം വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല, ക്വസ്റ്റ്യൻ ആൻസർ വേണ്ട കുറേ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 5, അത് കഴിഞ്ഞാൽ വേറെ 5 അങ്ങനെ കുറേ 5 വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഇതിലിങ്ങനെ വെജിറ്റേറിയൻസ് സ്പെല്ലിങ്, അതുപോലെ ആർഷി വ്ലോഗ് അങ്ങനെയൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്യാം. ഇതിനാണ് പഠിച്ച് കഴിഞ്ഞു. ഇതാണ്ട് സംഭവത്തിൽ ഈ 5ാമത്തെ വയസ്സാണ് സംഭവം. ഞാൻ ഇത് വരെ വേറെ ക്വസ്റ്റ്യനിലുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ lemon, gooseberry, vitamin C and B is essential for the vitamins പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തിയതിന് ശേഷം വെജിറ്റേറിയൻ ഇൻക്ലൂഡ് മോർ, അത് മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. വെജിറ്റേറിയൻ will not get enough protein when compared with non-vegetarian. Protein are rich in non-veg food items, so vegetarian include more. സംഭവം മാത്രം. ഞാനിങ്ങനെ നമുക്കിനി മുകളിലേക്ക് പോയേക്കാം. എൻ്റെ അമ്മ അവിടെ ഇങ്ങനെ എന്തൊക്കെ ചെയ്യണ്ടേന്ന് ചെയ്യില്ല, പിന്നെ എൻ്റെ ചേച്ചി മുകളിലിട്ട് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പോയി നോക്കിയിട്ട് വരാം. എന്തോ അതെയാ, ഓക്കെ നമുക്ക് പോയേക്കാം. അമർത്താറില്ല. ശനിയാഴ്ച ഞായറാഴ്ച ഏറെ സ്കൂളിൽ. അപ്പോൾ ഞാൻ ഹോംവർക്ക് എന്ന് ചെയ്യാൻ വിചാരിച്ചു. BSൽ എനിക്കൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. BS ടെസ്റ്റൊക്കെ എവിടെയാണോ അറിയില്ല കേട്ടോ. പഠിച്ചേ ഞാൻ ടെസ്റ്റ് എഴുതോ ഇല്ലല്ലോ, പഠിക്കണേ ടെസ്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ കൊണ്ടിട്ടു. ഞാൻ പേടിച്ചിട്ടോ അമ്മ മോളിൽ നിന്ന് സൗണ്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ടെസ്റ്റ് പോണല്ലോ. ഇഷ്ടത്തിരിക്കുന്നു. ടെസ്റ്റ് നോക്കിയിട്ട് ഐറ്റം വരയ്ക്കാനാണ്. ടെസ്റ്റ് നോക്കിയിട്ട് വരയ്ക്കാനുണ്ടാവും. ഇത് 2 വാങ്ങിയിട്ടപ്പോൾ വാങ്ങിട്ടോ 10 രൂപയ്ക്ക്. സോറി, ഇത് 10 ലെങ്ത്ത് കുറവുള്ളതിന് 10, ലെങ്ത്ത് കൂടുതലാണ് 5. പെൻസിൽ ചോദ്യമാവും. എന്തായാലും ഞാൻ പോയി വരയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഏതാണ് എനിക്ക് ഹോംവർക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഹോംവർക്കുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വരയ്ക്കുന്നതാണ്.
ഈ ഒരു സംഭവം വരയ്ക്കാനാണെന്നുള്ളത്. സംഭവം ഇതൊരു മാഗ്നറ്റിക്കിൻ്റെ ഒരു പാടാണ്. ആ പാടായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങളും ഇതിലധികം ഒന്നും പഠിക്കാൻ മാഗ്നറ്റിൻ്റെ സൗദം നോട്ട് സാധനം പഠിക്കണം. പിന്നെ ഇതാണ് ഈ പാടാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാഠം വരുന്നു കേട്ടോ. ഞാൻ വരച്ച് കഴിഞ്ഞു. അവസാനം ഇത് ഞാൻ പറഞ്ഞുതരാം. ഒരു പാട്ടുണ്ടായിരുന്നു, അത് രസം ഉണ്ടാവുന്നില്ലെന്നും നിങ്ങളല്ല പറയണം. പക്ഷെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ രസം ഒന്നും ഉണ്ടാവില്ലെന്നും ജയിച്ചിന് കണ്ടു പഠിച്ചാണൊക്കെ. 2, 3 സ്റ്റെപ്പ്. മുത്തുമണിയെ കൊട്ടിത്തീരാതോ വെള്ളി നിലവുകൾ പത്തി അറിയാതോ സനുദം മരുദം ഇങ്ക ഉണ്ണ കയ്യ സ്വർഗം പല്ലയിരവോ சொல்லாத உசிரோ தும் 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 வல்லையிரவோ சொல்லாத உசிரோ என்னடா 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 இன்னும் ஒரு மின்னல் കഥ എന്നും ഒരു നെഞ്ചക്കഥയേ നെഞ്ചക്കഥ. അമ്മനെ വിളിച്ചാ എന്തോ പറഞ്ഞു മനസ്സിലായില്ല. ഈ പാട്ട് ഇങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞു. ഇഷ്ടമില്ല. സൗണ്ട് തന്നെ വേറെ മതി. നല്ല സൗണ്ട്. നമുക്ക് വേഗം പോയിട്ട് എന്ത് ചെയ്യാം ഒന്നും ചെയ്യാറില്ല. ഓക്കെ, ഇതിലുള്ളത് അടുത്ത പാട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാം. അടുത്ത പാട്ടത്തിൽ പറഞ്ഞ കുറച്ചുള്ളൂ. മുകളിലുണ്ട്. മുകളിൽ അടിച്ചരിയാം. ഇതിനുള്ള വേറുണ്ട് വയ്ക്കാം. കുറച്ച് നേരം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിച്ചുതരാം. വാട്ട് ആർ ദ സർക്കിൾ സ്റ്റൺസ് വർ വെൻ ത്രോൺ വെൻ ഡബ്ഡ് ടോങ്ങർ വെൻ ഹിറ്റ് ഹാർട്ട് എ ഹാമർ വെൻ ഹേറ്റഡ്. നമ്മൾ പിന്നെ അർത്ഥം എഴുതിയ കറക്റ്റിലേക്ക് വായിക്കുന്നില്ല. പിന്നെ അർത്ഥം വെച്ച് നമ്മൾ മേഘനത്തുകൊണ്ട് എന്തൊക്കെ അടിച്ചാലാണ് പൊട്ടെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ വെൻ ത്രോ എറിഞ്ഞാലും വെൻ ഡംബിഡ് ടുഗദർ അതിൻ്റെ അർത്ഥം മനസ്സിലില്ല. വെൻ ഹിറ്റ് ഹാർട്ട് വിത്ത് ഹാമർ ഗാനത്തിനെ അവിടെ വെച്ചിട്ട് ഹാമറിൻ്റെ അടിച്ച പൊട്ടും. പിന്നെ എന്താ വിത്ത് ഹീറ്റഡ് ഗാനത്തിനെ അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതാവും അതിൻ്റെ പവർ പോകുമെന്നാണ് പറയണത്. വെൻ ഡംബിഡിൻ്റെ മനസ്സിലായില്ല. ടെസ്റ്റ് നിങ്ങൾക്കത് ബോറടിക്കുന്ന അറിയാമെന്നാണ് എൻ്റെ ഒരു ഞാൻ പറയുന്നതാണ്. ടെസ്റ്റ് എടുത്തോട്ടെ. വെൻ ഡംബിഡ് ടുഗദർ വെൻ നമ്മൾ ചൂകാന്ന് അർത്ഥം നമ്മളിങ്ങനെ ഒരു കാന്തല്ലേ, ഒരു കാന്തത്തിൻ്റെ നമ്മളെല്ലാ സ്റ്റീലിൻ്റെ ചെറിയ സാധനം നമ്മളെ പിന്നെ സൂചി പിന്നെ നെട്ട് അത് കൂടിക്കുന്ന ഒരുമിച്ചൊക്കെ കൂട്ടി വെച്ചതിൻ്റെ ഇത് തോന്നാണതാ കേട്ടോ. പിക്ചർ കൊടുത്തുള്ള കാരണം മനസ്സിലായി. ഇതൊക്കെ കുറച്ചൊക്കെ അടുത്തറണ കാരണം പറഞ്ഞതന്നേ ഉള്ളൂ. എനിക്ക് അധികം നേരത്തെ അറിയത്തില്ല. അപ്പോൾ ഞാൻ രണ്ടാം പഠിച്ചത് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേഗം വരാം ഗൈസ്. എനിക്കൊന്നറിയില്ല ഗൈസ്, ഇതൊക്കെ പഠിച്ചു തരുന്നുണ്ട്. പഠിച്ചിട്ട് വരാം. വിളക്കിടാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചൊക്കെ ചെയ്യാൻ ആശിതാക്കുന്നു. നിങ്ങൾ മറ്റൊരു ഗ്രീറ്റിംഗ് കാർഡ് പിന്നെ ഒരു കവായി സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. കവായി സ്റ്റിക്കർ തന്നെ ഒരു പാക്കറ്റിൽ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എത്ര പോലെ തോന്നുന്നു കൊണ്ടാ അമ്പോഴത്തേനും ഒട്ടിക്കണം. അത് വരുന്നുണ്ട് ഒട്ടിച്ചത്. പിന്നെ ഞാൻ എന്തൊക്കെ സ്റ്റിക്കറും വെച്ചിട്ടുണ്ട്. ഇതാണ് ജി കെ ക്വസ്റ്റ്യൻസ്. അതാണ് ഈ പേപ്പർ ഇട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടായിട്ടോ. ക്ലീനിങ് ഡ്യൂട്ടി നമുക്ക് എല്ലാ ദിവസവും വേവാറുണ്ട് പോയി. അപ്പോൾ എല്ലാ ക്ലീനിങ് ഡ്യൂട്ടികൾക്കും ഒരു ജി കെ ക്വസ്റ്റ്യൻസിലും എഴുതി കൊണ്ടുവരണം. ജി കെ ക്വസ്റ്റ്യൻസ് ന്യൂ വേർഡ്സ് ക്ലീനിങ്. അപ്പോൾ ഞാൻ വന്ന ഗ്രൂപ്പായി കാരണം എനിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനാണ് നാളെ ഇത് ചെയ്യാൻ പോകുന്നത്. ജി കെ ക്വസ്റ്റ്യൻസ് എടുത്ത് കാട്ടാൻ പോകുന്നത്. ഞാൻ സ്കൂളിൽ ഗൈസ് ആരെ വന്നിട്ടോ. ഗൈസ് നാൻറ്റിയാണ്. കൂട്ടി
ഈ പേപ്പർ വെച്ച് കാണാനില്ലല്ലോ. എനിക്ക് പുതിയ പേപ്പർ എടുക്കാം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കൂടെടുക്കാൻ മറന്നു. ഞാൻ ഇത് കട്ടയായ ക്ലേ ഇല്ല. ഞാൻ ഒരു പാനിൽ വെച്ചു. അത് കഴിക്കാൻ ക്ലേ ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആ പാത്രത്തിലെല്ലാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഡ്രൈ ആക്കി ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ റെഡിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ തോന്നുന്നത് മാത്രമല്ലോ. ആക്കി ഞാനിതൊന്ന് എടുത്ത് വെക്കട്ടെ. ടൈം ടേബിളും എടുത്ത് വെക്കട്ടെ. ഗ്ലാസ്സിലാണ് ഞാനാക്കി ഇത് ഉണ്ട്. ലെറ്റർ ഉണ്ട്. പിന്നെ തുറക്കാനും പഠിക്കാൻ ഈ സംഭവം ഞാൻ പിന്നെ ഇത് ടോണി ബുക്ക് ഈ ഹൈലൈറ്ററിൻ്റെ സെറ്റ് ഞാൻ എന്ന് പറഞ്ഞു മിക്ക ദിവസം ടൈലൊക്കെ എത്തിച്ച് കഴിഞ്ഞു. ഞാൻ വെള്ളച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയ്ക്ക് അടുത്തൊരു വീഡിയോ കാണാനായിരിക്കും.